പൂരീം BC 4-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഏഷ്യയിലും ആഫ്രിക്കയിലും ഒരു പ്രത്യേക ഗോത്രവർഗ്ഗക്കാർ ആചരിച്ചിരുന്ന ഒരു ഉത്സവമാണ് പൂരീം. ഈ ഉത്സവം ഉണ്ടാകാൻ ഇടയാക്കിയ സംഭവകഥയാണ് ഈ വീഡിയോയിൽ പരാമർശിക്കുന്നത്. BC 485-നും 465-നും ഇടയ്ക്കുള്ള കാലയളവിൽ ഇറാനിലെ സൂസൻ എന്ന സ്ഥലം ആസ്ഥാനമാക്കിക്കൊണ്ട് ഇന്ത്യ മുതൽ ആഫ്രിക്കയുടെ എത്യോപ്യ വരെയുള്ള 127 രാജ്യങ്ങളെ ഒന്നുചേർത്ത് അടക്കി ഭരിച്ചിരുന്ന രാജാവായിരുന്നു അഗശ്വരോഷ്. അഗശ്വരോഷ് വളരെ കണിശക്കാരനും ആഡംബരപ്രിയനുമായിരുന്നു. അദ്ദേഹം ഒരു നാൾ തൻ്റെ ഭരണത്തിന് കീഴിലുള്ള എല്ലാ ഭരണാധികാരികളെയും സൂസൻ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. അതിവിശാലമായ കൊട്ടാര വളപ്പിൽ വെച്ച് അവർക്കായി ഒരു വിരുന്ന് സൽക്കാരം നടത്തി. രാജാവ് തൻ്റെ സമ്പത്തിൻ്റെ ഉയർച്ച ഭരണാധികാരികളെ കാണിക്കേണ്ടതിന് വിലയേറിയ രത്നക്കല്ലുകളാലും സ്വർണ്ണ നിർമ്മിത തോരണങ്ങളാലും വിരുന്നുശാല ഒരുക്കിയിരുന്നു. വിരുന്നുകാർക്ക് ഭക്ഷണ പദാർത്ഥങ്ങളും പാനീയങ്ങളും വിളമ്പിയിരുന്നത് സ്വർണ്ണപാത്രങ്ങളിലായിരുന്നു. ഈ വിരുന്നു സൽക്കാരവും ആഘോഷങ്ങളും അനേക ദിവസങ്ങൾ നീണ്ടുപോയി. അഗശ്വരോഷ് രാജാവിൻ്റെ ഭാര്യ വസ്തി രാജ്ഞി വിലയേറിയ രത്നങ്ങൾ പതിച്ച കിരീടമുള്ളവളും വളരെ സൗന്ദര്യമുള്ളവളുമായിരുന്നു. സൂസൻ കൊട്ടാരത്തിലെ ആഘോഷങ്ങൾക്കൊടുവിലായി രാജാവ് തൻ്റെ അതിഥികളുടെ മുന്നിലേക്ക് വസ്തിരാജ്ഞിയെ വരുത്താനും രാജ്ഞിയുടെ ആട ആഭരണങ്ങളെയും സുന്ദരിയായ വസ്തിരാജ്ഞിയെയും കാണിക്കാനും തീരുമാനിച്ചു. രാജാവ് ചില ഭൃത്യന്മാരെ അയച്ച് രാജ്ഞിയോട് എല്ലാവിധ രാജപ്രൗഢിയോടും കൂടെ അണിഞ്ഞൊരുങ്ങി രാജസദസ്സിൽ എത്തിച്ചേരുവാൻ കൽപ്പന കൊടുത്തു. എന്നാൽ വസ്തിരാജ്ഞി രാജകൽപ്പന അനുസരിക്കുവാൻ തയ്യാറായില്ല. പലതവണ ആളയച്ചു വിളിച്ചിട്ടും രാജ്ഞി രാജസദസ്സിൽ ഹാജരായില്ല. ഇങ്ങനെ 127 രാജ്യങ്ങളെ തൻ്റെ കാൽക്കീഴിലാക്കി അടക്കി ഭരിക്കുന്ന മഹാനായ രാജാവ് തൻ്റെ ഭാര്യ തൻ്റെ കൽപ്പന നിരസിക്ക കാരണം അതിഥികളുടെ മുന്നിൽ വെച്ച് ലജ്ജിതനായി. ഒടുവിൽ ഏറെ കോപം കൊണ്ട് അഗശ്വരോഷ് രാജാവ് സിംഹാസനത്തിൽ നിന്നും ചാടി എണീറ്റുകൊണ്ട് തൻ്റെ ഭാര്യ വസ്തിയെ ഈ നിമിഷം മുതൽ രാജ്ഞിസ്ഥാനത്ത് നിന്നും പുറത്താക്കിയിരിക്കുന്നുവെന്ന് ഉച്ചത്തിൽ അട്ടഹസിച്ച് കൽപ്പന പുറപ്പെടുവിച്ചുകൊണ്ട് രാജാവ് രാജസദസ്സ് വിട്ട് കൊട്ടാരത്തിനുള്ളിലേക്ക് പോയി. അങ്ങനെ വളരെ മനോഹരമായി പര്യവസാനിക്കേണ്ടിയിരുന്ന വിരുന്നു സദ്യ വളരെ മോശമായി അവസാനിക്കുകയും വിരുന്നുകാർ തങ്ങളുടെ രാജ്യങ്ങളിലേക്ക് പിരിഞ്ഞു പോവുകയും ചെയ്തു. അതിനുശേഷം ഏറെ നാൾ അഗശ്വരോഷ് രാജാവ് രാജ്യകാര്യങ്ങളിൽ താല്പര്യമില്ലാത്തവനായി കഴിഞ്ഞുകൂടി. ഒടുവിൽ ഹേഗായി എന്നു പേരുള്ള രാജാവിൻ്റെ ഒരു വിശ്വസ്ത സേവകൻ ഒരു ദിവസം രാജാവിനോട് നമ്മുടെ അധികാര പരിധിയിലുള്ള 127 രാജ്യങ്ങളിലെയും സ്ത്രീകളുടെ പരാതികളിൽ അവസാന വിധി പറയേണ്ടതിന് രാജ്ഞിയുടെ സ്ഥാനത്ത് ഇപ്പോൾ ആരുമില്ലാത്തതുകൊണ്ട് ആവിധ പരാതികൾക്ക് മുടക്കം വന്ന് സ്ത്രീജനം വലയുകയാണെന്നുള്ള വിവരം രാജാവിനെ അറിയിച്ചു. ഹേഗായിൽ നിന്നും കാര്യം മനസ്സിലാക്കിയ രാജാവ് ഉടനെ തന്നെ ആ സ്ഥാനത്തേക്ക് യോഗ്യതയുള്ള ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കുവാൻ തൻ്റെ അധികാര പരിധിയിലുള്ള 127 രാജ്യങ്ങളിലും വിളംബരം ചെയ്യാൻ ഹേഗായിക്ക് അധികാരം കൊടുത്തു. അങ്ങനെ ഹേഗായി വസ്തിരാജ്ഞിക്ക് പകരം ബുദ്ധിമതിയും സൗന്ദര്യമുള്ളവളുമായ ഒരു പെൺകുട്ടിക്ക് വേണ്ടി രാജ്യമെമ്പാടും വിളംബരം കൊടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഏഷ്യയിൽ പേർഷ്യൻ ഭരണം നിലവിൽ വന്നത് ബാബിലോണിയൻ ഭരണത്തെ അവസാനിപ്പിച്ചുകൊണ്ടാണ്. BC 600 മുതൽ 500 വരെയുള്ള കാലയളവിൽ ബാബിലോണിയൻ രാജാക്കന്മാർ ഏഷ്യയിലെ അനേകം രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും അവിടുത്തെ ജനങ്ങളെ അടിമകളായി പിടിച്ചുകൊണ്ടുവന്ന് ഇറാൻ, ഇറാഖ് പ്രദേശത്ത് പാർപ്പിച്ച് അടിമവേല ചെയ്യിക്കുകയും ചെയ്തിരുന്നു. ആ വിധത്തിൽ അടിമയായി പിടിക്കപ്പെട്ട് ഇറാനിൽ എത്തിയവരുടെ ശേഷിപ്പിൽപ്പെട്ട ഒരാളാണ് മൊർദെഖായി. ഈ മൊർദെഖായി ഇപ്പോൾ അഗശ്വരോഷ് രാജാവിൻ്റെ സൂസൻ രാജധാനിയിൽ കൊട്ടാരം നടത്തിപ്പുകാരനിൽ ഒരാളായി ജോലി ചെയ്തു വരുന്നു. മൊർദെഖായിക്ക് ഹദസ എന്നു പേരുള്ള ഒരു വളർത്തുമകൾ ഉണ്ടായിരുന്നു. ഹദസയുടെ അമ്മയപ്പന്മാർ ബാബിലോൺ സൈന്യത്തിൻ്റെ ക്രൂരതയിൽ മരിച്ചുപോയിരുന്നു. ഹദസ വളരെ സുന്ദരിയും ബുദ്ധിമതിയുമായിരുന്നു. 127 രാജ്യങ്ങളിൽ നിന്നും മുന്നിലേക്ക് വന്ന അനേകം പെൺകുട്ടികളിൽ നിന്നും മൊർദെഖായിയുടെ വളർത്തുമകൾ ഹദസ തിരഞ്ഞെടുക്കപ്പെട്ടു. ഹേഗായി രാജ്ഞിസ്ഥാനത്തേക്ക് ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുത്തിരിക്കുന്ന വിവരം രാജാവിനെ അറിയിച്ചു. രാജാവ് പെൺകുട്ടിയെ രാജസദസ്സിൽ ഹാജരാക്കാൻ ഹേഗായിക്ക് കൽപ്പന കൊടുത്തു. അങ്ങനെ ഹദസ രാജാവിൻ്റെ മുൻപിൽ എത്തിച്ചേർന്നു. രാജസദസ്സിലെത്തിയ ഹദസയെ രാജ്യസദസ്സിനും രാജാവിനും ഒന്നുപോലെ ഇഷ്ടമായി. അഗശ്വരോഷ് രാജാവ് ഹദസയുടെ ശിരസിൽ രാജകിരീടം വച്ച് ആ പെൺകുട്ടിയെ 127 രാജ്യങ്ങൾക്ക് രാജ്ഞിയായി പ്രഖ്യാപിച്ചു. അങ്ങനെ ഹദസ എന്ന അടിമ പെൺകുട്ടി വലിയൊരു ദേശത്തിൻ്റെ രാജ്ഞിയും അഗശ്വരോഷ് രാജാവിൻ്റെ ഭാര്യയുമായി. മൊർദെഖായി ഹദസയോട് അവളൊരു അടിമ പെൺകുട്ടിയാണെന്നുള്ള വിവരവും കുലവും ഗോത്രവും ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട്
അവൾ ആരോടും അത് വെളിപ്പെടുത്താതെ രഹസ്യമായി തന്നെ സൂക്ഷിച്ചു. ഹദസ രാജ്ഞിയായി മാറിയ ശേഷം മൊർദെഖായി കൊട്ടാരത്തിനകത്തും പുറത്തും നടക്കുന്ന ഓരോ സംഭവങ്ങളും കൂടുതൽ സൂക്ഷ്മമായി ശ്രദ്ധിച്ചു തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജാവിൻ്റെ ഭൃത്യന്മാരിൽ ചിലർ രാജാവിനെതിരെ ഗൂഢാലോചനകൾ നടത്തുന്നതായി മൊർദെഖായിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ വിവരം മൊർദെഖായി ഹദസയുടെ തോഴികൾ വഴി ഹദസയെ അറിയിച്ചു. വിവരം ലഭിച്ച രാജ്ഞിയായ ഹദസ ആ വിവരം രാജാവിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും രാജാവ് ആ വിവരം കൊട്ടാര രഹസ്യ വിഭാഗത്തെ കൊണ്ട് അന്വേഷിച്ച് അത് സത്യമാണെന്ന് മനസ്സിലാക്കുകയും കുറ്റക്കാർക്കെതിരെ ശിക്ഷണ നടപടികൾ ഏർപ്പെടുത്തുകയും അത് നിത്യേന എഴുതുന്ന ഡയറിയിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. മൊർദെഖായി തൻ്റെ വളർത്തുമകളായ രാജ്ഞിയോട് നേരിട്ടധികം സംസാരിക്കുകയോ കാണുകയോ ചെയ്യുമായിരുന്നില്ല. ആ ബന്ധം അധികമാരും അറിയരുതെന്ന് മൊർദെഖായി കരുതിയിരുന്നു. എങ്കിലും ഹദസയുടെ ഏറ്റവും അടുത്ത തോഴിമാർക്ക് അതറിയാമായിരുന്നു. അതുപോലെ തന്നെ മൊർദെഖായിയുടെ കുലവും ഗോത്രവും കൊട്ടാരത്തിൽ ഒപ്പമുള്ള ചില സഹപ്രവർത്തകർക്കും അറിയാമായിരുന്നു. അഗശ്വരേഷ് രാജാവിന് രാജസദസ്സിൽ ഹാമാൻ എന്നു പേരുള്ള ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. ദേശത്തെ 127 രാജ്യത്തിൻ്റെയും പ്രധാന ഭരണ ചുമതല ഈ ഹാമാനായിരുന്നു. കൊട്ടാരത്തിലുൾപ്പെടെ എല്ലാ പേരും വണങ്ങുകയും ഭയപ്പെടുകയും ചെയ്യുന്ന ആളാണ് ഹാമാൻ. കൊട്ടാരത്തിലെ തന്നെ കാര്യാദികൾ നോക്കി നടത്തുന്ന ഒരു കീഴ് ജീവനക്കാരൻ മാത്രമാണ് മൊർദെഖായി. എന്നാൽ മൊർദെഖായി ഹാമാനെ കണ്ടാൽ വണങ്ങുകയോ ആദരിക്കുകയോ ഭയപ്പെടുകയോ ചെയ്യുമായിരുന്നില്ല. അതുകൊണ്ട് ഹാമാൻ അയാളുടെ ഒരു സേവകനെ അയച്ച് മൊർദെഖായിയുടെ വംശത്തെക്കുറിച്ചും ഗോത്രത്തെക്കുറിച്ചും കുലത്തെക്കുറിച്ചുമൊക്കെ അന്വേഷിച്ച് വിവരങ്ങൾ ശേഖരിച്ചു. എന്നാൽ മൊർദെഖായിക്ക് രാജ്ഞിയുമായുള്ള ബന്ധം ഹാമാന് വിവരങ്ങൾ കൊടുത്ത സേവകന് ലഭിച്ചിരുന്നില്ല. മൊർദെഖായിയുടെ ഗോത്രക്കാർ പൊതുവെ ധിക്കാരികളാണെന്നും അവരുടെ പൂർവികർ അടിമകളായി പിടിക്കപ്പെട്ടവരാണെന്നുമുള്ള വിചാരം ഇല്ലാത്തവരാണെന്നും ഹാമാന്റെ സേവകൻ ഹാമാന് വിവരം നൽകി. അതുകൊണ്ട് ഹാമാൻ മൊർദെഖായിയെയും 127 രാജ്യത്തിലുമുള്ള അവൻ്റെ വംശത്തിലും കുലത്തിലും പെട്ട എല്ലാ പേരെയും ഒന്നോടെ കൊന്നുകളയണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചു. അതിലേക്കായി ബലമുള്ള ചില പുതിയ തൂക്കുമരങ്ങൾ രാജാവിൻ്റെ അനുവാദം കൂടാതെ തന്നെ ഹാമാൻ ഉണ്ടാക്കാൻ തുടങ്ങി. മൊർദെഖായിയെ മാത്രം കൊല്ലാൻ ഹാമാന് വെറും നിസ്സാരമാണ്. എന്നാൽ മൊർദെഖായിയുടെ വംശത്തെ എല്ലാം നീക്കം ചെയ്യണമെങ്കിൽ അഗശ്വരേഷ് രാജാവിൻ്റെ അനുവാദപത്രം ഒപ്പിട്ട് വാങ്ങണം. ഹാമാൻ രാജാവിൻ്റെ വിശ്വസ്തനും ഉയർന്ന ഭരണാധികാരിയും ആയതുകൊണ്ട് രാജാവിൽ നിന്ന് ഒരു അനുവാദപത്രം ഒപ്പിട്ട് വാങ്ങുവാൻ ഒട്ടും പ്രയാസപ്പെടേണ്ടി വന്നില്ല. അങ്ങനെ മൊർദെഖായിയെയും അവൻ്റെ കുലത്തെയും ഏതുവിധം ഉപദ്രവിക്കുന്നതിനും എതിർത്തു നിൽക്കുന്നവനെ കൊല്ലുന്നതിനുമുള്ള അധികാരം ഹാമാൻ രാജാവിൽ നിന്നും എഴുതി മോതിരം കൊണ്ട് മുദ്രണം ചെയ്ത് വാങ്ങി. മൊർദെഖായിയുടെ വംശത്തെ പൂർണ്ണമായി ദേശത്തു നിന്നും തുടച്ചു നീക്കാൻ പോകുന്ന തരത്തിലുള്ള ഹാമാന്റെ വിളംബരം രാജാവിൻ്റെ കൽപ്പനയാക്കി എല്ലാ ദേശത്തും കൊട്ടിമുഴക്കി വിളിച്ചറിയിച്ചു. അത് കേട്ട് ദേശത്തെമ്പാടുമുള്ള മൊർദെഖായിയുടെ വംശക്കാർ ഒന്നുചേർന്ന് കൊട്ടാരം ജീവനക്കാരനായ മൊർദെഖായിയെ കണ്ട് അവരുടെയും അവരുടെ മക്കളുടെയും ജീവനു വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു കരഞ്ഞ് യാചിച്ചു നിലവിളിച്ചു. കൊട്ടാരത്തിന് പുറത്തു നടക്കുന്ന ഈ വക കാര്യങ്ങളൊന്നും തന്നെ അറിയാതെ ഹദസ രാജ്ഞി കൊട്ടാരത്തിനുള്ളിൽ കഴിയുകയായിരുന്നു. രാജകൊട്ടാരത്തിൽ നിന്നും മൊർദെഖായിക്കും കുലത്തിനും വംശത്തിനും നാശം സംഭവിക്കാൻ പോകുന്ന രാജകൽപ്പന ഉണ്ടായ വിവരവും അതിന്മേലുള്ള രാജാവിൻ്റെ മോതിരമുദ്രണവും കൊട്ടിഘോഷിച്ച വിളംബരവും ഒക്കെ അടങ്ങുന്ന ഒരു കത്തെഴുതി മൊർദെഖായി വളർത്തുമകളായ രാജ്ഞിക്ക് കൊടുത്തയച്ചു. അത് വായിച്ച് ഞെട്ടിവിറച്ച ഹദസ രാജ്ഞി ഒരു നീണ്ട സന്ദേശം മറുപടിയായി കൊടുത്തയച്ചു. അത് ഇങ്ങനെയായിരുന്നു: എൻ്റെ പിതാവ് അറിയുന്നതിന്. വലിയ സങ്കടത്തോടും ഭയത്തോടും ആ സന്ദേശം ഞാൻ വായിച്ചു. ഞാൻ അടങ്ങുന്ന നമ്മുടെ കുലത്തിന് സംഭവിക്കാൻ പോകുന്ന വലിയ ദുരന്തമോർത്ത് ഞാൻ ഞെട്ടിവിറയ്ക്കുന്നു. അഗശ്വരേഷ് രാജാവ് വളരെ കണിശക്കാരനാണ്. ഒരു തീരുമാനമെടുത്താൽ പിന്നോട്ട് മാറില്ല. അതിലുപരി ഇപ്പോൾ ചതിയനായ ഹാമാൻ രാജാവിൻ്റെ സമ്മതവും ഒപ്പും വാങ്ങി. രാജാവ് അതിൽ നിന്ന് പിന്മാറാതിരിക്കാൻ രാജമോതിരം കൊണ്ട് മുദ്രയും നേടിയിരിക്കുന്നു. ഇപ്പോൾ രാജ്ഞിയായി ഞാനും എൻ്റെ മരണം മുന്നിൽ കാണുന്നു. അഗശ്വരേഷ് രാജാവ് വിളിക്കാതെ ആർക്കും അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോകാൻ പാടില്ല. രാജ്ഞിയായി എനിക്ക് പോലും വിളിക്കാതെ രാജസന്നിധിയിൽ പോകാൻ പാടില്ല. രാജാവ് വിളിക്കാതെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പോകാൻ എനിക്കൊരു ദിവസം തന്നിട്ടുണ്ട്. എൻ്റെ ആ ദിവസം ഇപ്പോൾ ഒരുപാട് അകലെയാണ്. നമ്മുടെ മുന്നിൽ ഇനി നമുക്ക് അത്രയും സമയമില്ലല്ലോ. ഇനി നമ്മെ സഹായിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. നമ്മുടെ വംശത്തിൽപ്പെട്ട എല്ലാ പേരും നാളെ മുതൽ 3 ദിവസം ഒന്നും കഴിക്കാതെ ഉപവാസത്തിലായിരിക്കണം. ഞാനും എൻ്റെ പ്രിയ തോഴിമാരും ഉപവാസത്തിലായിരിക്കും. 4-ാം നാൾ ഞാൻ വിളിക്കാതെ തന്നെ രാജാവിൻ്റെ മുന്നിൽ പോകാൻ തീരുമാനിച്ചു. അവിടെ ചെന്ന് ഞാൻ അടിമയെന്ന വിവരം മറച്ചുവെച്ചാണ് രാജ്ഞിയായതെന്നും
രാജാവ് ഇപ്പോൾ ഹാമാന് ഒപ്പിട്ടുകൊടുത്ത പത്രത്തിൽ പറയുന്ന വംശത്തിൽപ്പെട്ടവളാണ് ഞാനെന്നും എന്നെ ആദ്യം കൊന്നുകൊണ്ട് ഈ നരഹത്യ ആരംഭിക്കണമെന്നും ഞാൻ ആവശ്യപ്പെടും. ഞാൻ രാജ്ഞിയായി ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ ഉൾപ്പെടുന്ന കൊട്ടാരത്തിൽ നിന്നും പുറപ്പെട്ട കൽപ്പന എനിക്കും ബാധകമാണെന്ന് പറയും. അതുകൊണ്ട് എൻ്റെ പിതാവ് എന്നോട് ക്ഷമിക്കണം. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ രാജകൽപ്പന നിറവേറുകയില്ല. ദൈവം നമ്മെ മരണത്തിന് വിടുന്നുവെങ്കിൽ അതിൽ ആദ്യം ഞാനായിരിക്കും എന്ന് സ്നേഹപൂർവ്വം ഹദസ രാജ്ഞി. ഹദസ ആവശ്യപ്പെട്ടതനുസരിച്ച് അവരുടെ വംശത്തിൽപ്പെട്ടവർ 3 ദിവസം ഉപവാസത്തിലായിരുന്നു. ഹദസയും ഉപവാസത്തിലായിരുന്നു. അത് കഴിഞ്ഞ് ഹദസ എല്ലാവിധ രാജവസ്ത്രങ്ങളും അണിഞ്ഞുകൊണ്ട് 4-ാം ദിവസം രാജസദസ്സിൽ രാജ്യകാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കെ പ്രവേശന കവാടം വഴി രാജാവിന് മുഖം കാണിച്ചു. രാജ്യകാര്യങ്ങൾ തടസ്സപ്പെട്ടതുകൊണ്ട് ഹാമാൻ വേഗം ചാടി എണീറ്റ് ശുഭിതനാകാൻ തുടങ്ങിയപ്പോഴാണ് പ്രവേശിച്ചത് രാജ്ഞിയാണെന്ന് മനസ്സിലായത്. അവിചാരിതമായുള്ള രാജ്ഞിയുടെ വരവിൽ അത്ഭുതപ്പെട്ട് രാജാവ് ഹദസയോട് വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചതിന് രാജ്ഞി, ഹാമാൻ പുതുതായി നിർമ്മിച്ചുയർത്തിയിരിക്കുന്ന തൂക്കുമരത്തിൽ രാജാവ് എന്നെയും തൂക്കിക്കൊല്ലണം. ഞാനും രാജാവിൻ്റെ മുദ്രകത്തിൽ പറയുന്ന അടിമഗോത്രത്തിൽപ്പെട്ടവളാണെന്നും ഇത് രഹസ്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ നിൽക്കുന്ന ഹാമാൻ രാജാവിൽ നിന്നും എന്നെ കൂടെ കൊല്ലാൻ വേണ്ടി ഹാമാൻ സൂത്രത്തിൽ ആ നിരോധന പത്രം ഒപ്പിട്ട് വാങ്ങിയതെന്നും പറഞ്ഞു. രാജ്ഞിയെ കൊല്ലാനോ പുതുതായി തൂക്കുമരമോ? രാജാവ് സിംഹാസനത്തിൽ നിന്നും ചാടി എണീറ്റു. രാജ്ഞി സഭയിൽ ബോധം കെട്ടു വീണു. സഭാംഗങ്ങൾ എല്ലാവരും എഴുന്നേറ്റു. ഹാമാൻ പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു. കാവൽ പടയാളികൾ ഹാമാനെ പിടികൂടി രാജാവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. സത്യം എന്തെന്നറിയും വരെ ഹാമാനെ തുറുങ്കിലടയ്ക്കാൻ കൽപ്പന കൊടുത്തു. കഴിഞ്ഞ 3 ദിവസങ്ങളായി രാജ്ഞി ഉപവാസത്തിലായിരുന്നെന്ന് തോഴിമാരിൽ നിന്നും മനസ്സിലാക്കിയ രാജാവ് രാജ്ഞിക്ക് വേഗം ഭക്ഷണം കൊടുത്ത് ബലപ്പെടുത്തുവാൻ കൽപ്പന കൊടുത്തു. രാജാവിന് വിശ്വസ്തനായ ഹാമാൻ വലിയ ചതിയനാണെന്ന് പിന്നീട് അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കിയ രാജാവ് അവനെ അവൻ തന്നെ നിർമ്മിച്ച പുതിയ തൂക്കുമരത്തിൽ തൂക്കിക്കൊല്ലാൻ ഉത്തരവിട്ടു. ഹാമാനുണ്ടായിരുന്ന ആ വലിയ പദവി സത്യസന്ധനായ മൊർദെഖായിക്ക് രാജാവ് കൽപ്പിച്ചു കൊടുത്തു. നാടെങ്ങുമുള്ള അടിമകളായിരുന്ന യൂദാ ഗോത്രത്തെ ദൈവം മരണത്തിൽ നിന്നും രക്ഷിച്ച ആ ദിവസമാണ് പൂരീം. യഹൂദർ ആ ദിവസത്തെ പിന്നീട് ആണ്ടുതോറും പൂരീം എന്ന പേരിൽ ആഘോഷിച്ചു പോന്നു. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.